ചോദ്യം ഇതാണ്, ഖുറാനിൽ എവിടെയും ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരു പരാമർശമില്ല. അപ്പോൾ നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിൽ മറ്റുള്ളവർ അവരുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ജന്മദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ മുസ്ലിമുകൾക്ക് പെട്ടവർക്കും ഒരാഗ്രഹമില്ലേ ആഘോഷങ്ങൾ ഇതേപോലെ നമ്മുടെ പ്രവാചകനെ, നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകനെ, പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന്. കൂടാതെ സഹാബി പ്രമുഖരായ എല്ലാവരും ഈ ജന്മദിനം ആഘോഷിച്ചതായിട്ട് ഇങ്ങനെ നമ്മൾ കേട്ടറിവുമുണ്ട്. ഇതാണ് എൻ്റെ ചോദ്യം. ഖുറാനിലെങ്ങും പ്രതിപാദിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൽ ഈ ജന്മദിനം ആഘോഷിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ബഹുമാന്യനായ സഹോദരൻ ഇവിടെ ഉന്നയിച്ചത്, വിശുദ്ധ ഖുർആനിൽ എവിടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ പ്രത്യേകിച്ച് അധ്യാപനങ്ങളൊന്നുമില്ല. എന്നാലും ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും വ്യത്യസ്തമായ ജന്മദിനാഘോഷങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ മുസ്ലിമീങ്ങൾക്കും സ്വാഭാവികമായും ഒരു ആഗ്രഹമുണ്ടാകുമല്ലോ, തങ്ങളുടെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന്. ആ ഒരു ആഗ്രഹത്തെ നമുക്ക് അംഗീകരിച്ചുകൂടെ? മാത്രമല്ല, സ്വഹാബിമാരൊക്കെ പലരും അങ്ങനെ ആഘോഷിച്ചുവെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം ഇത് അവസാനമായി പറയുകയും ചെയ്തു. പരിശുദ്ധ ഇസ്ലാമിന് മറ്റു മതങ്ങളിൽ നിന്ന് ഏറെ വ്യത്യാസങ്ങളുണ്ട്. ഇതര മതങ്ങൾക്കെല്ലാം ചില മഹത്തുക്കളുടെ വാക്കുകളും ഐതിഹ്യങ്ങളും അതുപോലെ സ്വപ്നങ്ങളും കെട്ടുകഥകളും ഒക്കെ പല ആചാരങ്ങൾക്കും അടിസ്ഥാന മാതൃകയായി സ്വീകരിക്കാമെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സവിശേഷത അത് ദൈവികമായ മതമാണ് എന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്തു എന്നതുകൊണ്ട് ഒരു കാര്യം മതമാവുകയില്ല, ആരും ചെയ്തില്ല എന്നതുകൊണ്ട് ഒരു കാര്യം മതമല്ലാതായി മാറുകയുമില്ല. ഈ മതം അതിന്റെ അധ്യാപനമായി എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് പ്രപഞ്ചത്തിന്റെ സട്ടാവ് ദിവ്യബോധനമായി അറിയിച്ച വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമാകുന്ന രണ്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ മാത്രമാണ്. മതമായി സ്വീകരിക്കപ്പെടുന്ന ഏത് കാര്യം, അത് വിശ്വാസകാര്യമാണെങ്കിലും കർമ്മ ആചാര അനുഷ്ഠാന സംസ്കാര മേഖലകളുമായി ബന്ധപ്പെട്ട ഏതാണെങ്കിലും ശരി, ഒന്നുപോലും ലോകത്തിന്റെ സട്ടാവ് പഠിപ്പിക്കാത്തൊരു കാര്യം ഇസ്ലാമിൽ മതമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വെള്ളം കുടിക്കുമ്പോൾ വലതു കൈ കൊണ്ട് വെള്ളം കുടിക്കണമെന്ന് വാശി കാണിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. എന്താണ് അങ്ങനെ വലതു കൈ കൊണ്ട് വെള്ളം കുടിക്കണമെന്നൊരു വാശി? അതുപോലും ആകാശ ലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മലക്കിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ആ മലക്ക് വന്ന പ്രവാചകർക്ക് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനമാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാലിൽ ആദ്യം ധരിക്കണം, തലമുടി ചീകുമ്പോൾ ആദ്യം വലതുഭാഗം ചീകണം, ഷർട്ട് ധരിക്കുമ്പോൾ ആദ്യം വലതുകൈ ധരിക്കണം തുടങ്ങി ജീവിതത്തിലെ എല്ലാ രംഗത്തും പാലിക്കുവാനായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പ്രമാണങ്ങളിൽ നിന്ന് കിട്ടിയത് മാത്രമാണ് ഇസ്ലാമിൽ ഉള്ളത്. അതല്ലാതെ കുറച്ചൊക്കെ പഠിപ്പിച്ചു ബാക്കി ഇനി ശേഷക്കാരായി വരുന്ന പണ്ഡിതന്മാരും മഹത്തുക്കളുമൊക്കെ അവരെങ്ങനെ മതത്തിന്റെ ഭാഗമാക്കി ഉണ്ടാക്കി തരുമെന്ന് ഒരു രീതി ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മതമാകണമെങ്കിൽ പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടാകണം. പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഒന്ന് ആരൊക്കെ ചെയ്താലും അത് മതമായി സ്വീകരിക്കാവതല്ല. പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യം ആര് ചെയ്തിട്ടില്ല എങ്കിലും ശരി, അത് മതത്തിന്റെ ആശയമാണ് താനും. അതുകൊണ്ടാണ് അൽ ജമാഅത്ത് എന്ന ഇസ്ലാമിന്റെ സാങ്കേതികമായ ശബ്ദം അത് വിശദീകരിക്കുമ്പോൾ
സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന സംഘം, ശരിയായ സത്യത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മാ വാഫഖൽ ഹഖ, സത്യത്തോട് യോജിക്കുന്നതാണ്. സത്യത്തോട് യോജിക്കുന്നതേതോ അതാണ് അൽ ജമാഅത്ത്. അതിൽ ആൾബലം, ആളെണ്ണം കൂടി എന്നതോ കുറഞ്ഞു എന്നതോ മാനദണ്ഡമല്ല എന്നുകൂടി ശേഷക്കാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ പലരും ചെയ്യുന്നു, നമുക്കും വേണം ഒന്ന് എന്ന മട്ടിൽ ഈ മതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാവതല്ല. ഒരുപാട് മതങ്ങളും ഒരുപാട് ആദർശങ്ങളുമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല മതത്തിന്റെയും ആളുകൾ അവരുടെ മതത്തിന്റെ ഭാഗമായി പലതരം വിശ്വാസങ്ങളും പലതരം ആചാരങ്ങളും അവർ ആചരിക്കുന്നുണ്ട്. അതിനെല്ലാം അനുസരിച്ച് നമ്മളും മതത്തിലേക്ക് പലതും കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ മതത്തിൽ എന്താണ് മറ്റു മതങ്ങളിൽ നിന്ന് വ്യതിരിക്തത ഉണ്ടാവുക. മാത്രവുമല്ല, ജന്മദിനങ്ങൾ മാത്രമല്ല, ചരമദിനങ്ങൾ അല്ലാത്ത മറ്റു പല ആചാരങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം ഇതര മതസ്ഥർ ആചരിക്കുന്നുണ്ട്. ഇസ്ലാമിക അധ്യാപന പ്രകാരം എല്ലാ ദിവസങ്ങളും അവ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതാണ്. എല്ലാ സ്ഥലങ്ങളും അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെതാണ്. അതുകൊണ്ട് ഒരു ദിവസത്തിനോ ഒരു സ്ഥലത്തിനോ സവിശേഷത ഉണ്ട് എന്ന് നാം വിശ്വസിക്കണമെങ്കിൽ സൃഷ്ടാവായ അല്ലാഹു തആല പഠിപ്പിക്കണം, ഈ ദിവസം മഹത്വമാണ്, ഈ സ്ഥലം മഹത്വമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കണം. എങ്കിലേ ആ ദിവസത്തിന് ആ സ്ഥലത്തിന് മഹത്വം കൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനമാണ്. വെള്ളിയാഴ്ച മഹത്വമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹു തആലയുടെ വഹയി പ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അക്കാര്യം. തിങ്കളാഴ്ചക്ക് മഹത്വമുണ്ട്, വ്യാഴാഴ്ചക്ക് മഹത്വമുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? നബിതങ്ങൾ പഠിപ്പിച്ചു ആ ഒരു അധ്യാപനം. റമദാൻ മാസം മഹത്വമാണ്, പ്രവാചകൻ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു, അതുകൊണ്ട് നാം അത് അംഗീകരിക്കുന്നു. 4 മാസം യുദ്ധം ഹറാമായ പവിത്രമായ മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രങ്ങളാണ് എന്ന് വിശുദ്ധ പ്രവാചകന്റെ ഹദീസുകളിൽ അവ വിശദീകരിക്കപ്പെടുകയും ചെയ്തു. അതേപോലെ സ്ഥലങ്ങൾ മഹത്വമുള്ളതാണ്. മക്ക, മദീന മഹത്വമേറിയ പ്രദേശങ്ങളാണ്. മിന, മുസ്ദലിഫ, അറഫ മഹത്വമുള്ള പ്രദേശങ്ങളാണ്. പള്ളികൾ മഹത്വമുള്ളതാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ വഹയി പ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അക്കാര്യം പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കപ്പെടാത്ത ഒരു ദിവസത്തിനോ ഒരു സ്ഥലത്തിനോ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കാനോ ആ ദിവസത്തെ ആ സ്ഥലത്തെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ആഘോഷമാക്കി മാറ്റാനോ പ്രത്യേകമായ ആചാരങ്ങൾ കൊണ്ടുവരാനോ മതത്തിൽ അനുവാദമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ മതമായി റഹ്മാനായ റബ്ബിൽ നിന്ന് വഹയി പ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് മാത്രമാണ് മതം. പ്രവാചകരോട് പോലും അല്ലാഹു തആല പറയുന്നുവല്ലോ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ നബിയെ, പ്രവാചകരെങ്ങാനും അല്ലാഹുവിന്റെ പേരിൽ ചില വാക്കുകളെങ്കിലും വ്യാജമായി ഉണ്ടാക്കി പറഞ്ഞാൽ, കെട്ടിച്ചമച്ചുകൊണ്ട് പറഞ്ഞാൽ, വലങ്കൈ കൊണ്ട് നാം പിടികൂടും, ജീവനാഡിയെ നാം മുറിച്ചു കളയുമെന്നാണ്. പ്രവാചകർക്ക് പോലും അനുവാദമില്ല മതത്തിലേക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ. ഇനി ബഹുസ്വര സമൂഹമാണ് എന്നാണ് ന്യായമെങ്കിൽ, നബിതങ്ങൾ മദീനയിൽ വരുമ്പോൾ ആ മദീനയിലുണ്ട് ചില ആഘോഷ ദിവസങ്ങൾ. അവിടെയുണ്ട് ആഘോഷ ദിവസങ്ങൾ. അവിടെ യഹൂദികളുണ്ട്, അവിടെ നസ്വാറാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ആഘോഷ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളോട് അപ്പടി അതിന്റെ കൂടെ കൂടാനല്ല പഠിപ്പിച്ചത്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ വഹയി പ്രകാരം നബി തങ്ങൾ പറഞ്ഞു, നമുക്കുള്ള ആഘോഷങ്ങൾ 2 പെരുന്നാൾ ദിവസങ്ങളാണ്. അതാണ് നമുക്കുള്ള ആഘോഷം. അതല്ലാത്ത ആഘോഷം വിശ്വാസികൾക്കില്ല. ലോകത്ത് പലയിടത്തും പലതും ആഘോഷിക്കും, പലതും ആചരിക്കും. അതിനെല്ലാം അനുസരിച്ച് ഓരോ നാട്ടിലേക്കും അനുസരിച്ച് ഈ മതത്തിൽ മാറ്റമുണ്ടാവില്ല. മറ്റു മതങ്ങളൊക്കെ ഈ നാട്ടിൽ ആചാരമാവില്ല മറ്റൊരു നാട്ടിൽ.
ഇവിടുത്തെ വിശ്വാസമാവില്ല. മറ്റൊരു നാട്ടിലേക്ക് ചെന്നാൽ ഇസ്ലാം അതല്ല. ലോകത്തെവിടെ ചെന്നാലും ഒരേ വിശ്വാസമാണ്, ഒരേ ആചാരമാണ്, ഒരേ നയമാണ്, ഒരേ നിലപാടാണ്. അമേരിക്കയിൽ പോയാലും ജപ്പാനിൽ പോയാലും അവിടെ പോയി ചോദിക്കേണ്ടി വരില്ല ഇവിടെ സുബഹി എത്ര റക്അത്ത, ഇവിടെ മഗ്രിബ് എത്ര റക്അത്ത, ഇവിടെ സുബഹിക്ക് മുമ്പാണോ സുന്നത്ത്, സുബഹിക്ക് ശേഷമാണോ സുന്നത്ത് എന്ന് ചോദിക്കേണ്ടി വരില്ല. എന്തുകൊണ്ട്? ലോകത്ത് മുഴുവൻ ഒറ്റ പ്രമാണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ മതം ആശയത്തെ സ്വീകരിക്കുന്നത്. മതത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടവയോ അവ നാട് മാറുമ്പോൾ, കാലം മാറുമ്പോൾ കോലം മാറുന്നതായി കാണാൻ കഴിയും. 10 വർഷം മുമ്പത്തെ റബീഉൽ അവ്വൽ ആഘോഷം പോലെയല്ല ഇന്നത്തെ റബീഉൽ അവ്വൽ ആഘോഷങ്ങൾ. ഓരോ കാലത്തും മാറുകയാണ്. ഈ നാട്ടിൽ കാണുന്ന പോലെ ആവില്ല മറ്റു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുക. ഇവിടെ ചൊല്ലുന്ന ദിക്റുകളും പ്രാർത്ഥനകളും ആവില്ല മറ്റു നാട്ടിൽ ചൊല്ലുമ്പോൾ നിർവഹിക്കപ്പെടുക. ഇന്നലെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കണ്ടു ഒരു പോസ്റ്റർ, ഇന്ന് മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രാവ് റബീഉൽ അവ്വൽ ആദ്യത്തെ രാവാണ്, അതുകൊണ്ട് റബീഉൽ അവ്വൽ ആദ്യത്തെ രാവിൽ ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി ദിക്റുമായി ഒരു മുസ്ലിയാർ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുകളെ അയാൾ അതിൽ പരാമർശിക്കുന്നുമുണ്ട്. എവിടുന്ന് കിട്ടി? ഇതൊന്നും പഴയ കാലത്തില്ല. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ആരും കേട്ടിട്ടില്ല. കണ്ടോ, ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ റബീഉൽ അവ്വൽ ആദ്യ രാവ് എന്നാണ് ആ ഒരു ഉസ്താദ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. അത് ശരിയാണ്, മാസപ്പിറവി ദൃശ്യമായാൽ റബീഉൽ അവ്വൽ ആദ്യ രാവാണെന്ന്. എങ്കിൽ ഇന്നു ചെയ്യേണ്ട പ്രത്യേകമായ കർമ്മങ്ങൾ, ഇന്നു ചെയ്യേണ്ട പ്രത്യേകമായ പ്രാർത്ഥനകൾ, ഇന്ന് നിർവഹിക്കേണ്ട പ്രത്യേകമായ ദിക്റുകൾ എവിടുന്ന് കിട്ടി? ഇതൊക്കെ മാത്രമല്ല 1 മുതൽ 12 വരെ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുകൾ, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 3 മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ ഉതകുന്ന കാര്യങ്ങൾ. നഊദു ബില്ലാഹ്. ഇതൊക്കെ പറയണമെങ്കിൽ അല്ലാഹുവിന്റെ വഹയില്ലാതെ എങ്ങനെ പറയും? അല്ലാഹുവിന്റെ വഹയില്ലാതെ എങ്ങനെ പറയും? ഇന്ന ദിവസം ചൊല്ലണം, ഇന്ന സമയം ചൊല്ലണം, ഇന്ന പ്രാർത്ഥന നിർവഹിക്കണം എന്ന് പറയണമെങ്കിൽ ലോകത്തിന്റെ സട്ടാവിന്റെ വഹ്യ് വേണം. കാരണം ആ റബ്ബിൻ്റെതാണ് ഈ ദീന്. നമ്മുടെ വക കൂട്ടിച്ചേർക്കാൻ, നമ്മുടെ വക എടുത്തൊഴിവാക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ന്യായങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അത് നല്ല സുന്ദരമായ ന്യായമായി തോന്നാമെങ്കിലും മതത്തിലേക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ അതൊന്നും ഒരിക്കലും പര്യാപ്തമല്ല. സ്വഹാബിമാരും താബിഈങ്ങളും ഒക്കെ പ്രവാചകരുടെ ജന്മദിനം ആചരിച്ചു, ആഘോഷിച്ചു, അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞുവെന്നൊക്കെ ഇപ്പൊ അടുത്ത കാലത്തായി ചില ഉസ്താദുമാർ പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശുദ്ധമായ കളവുകളാണ്. ഒരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല, ഒരു താബിഈയും പറഞ്ഞിട്ടില്ല, ഒരു തബഉ താബിഈയും പറഞ്ഞിട്ടില്ല. മദ്ഹബിന്റെ 4 ഇമാമുമാർക്ക് പോലും ഈ ഒരു ആശയം തന്നെ പരിചയം പോലുമില്ല. ഇവിടെ വിശദീകരിക്കപ്പെട്ടുവല്ലോ, 4-ാം നൂറ്റാണ്ടിൽ ശിയാക്കൾ ആരംഭിച്ചു. പിന്നീട് 600-കൾക്ക് ശേഷം അഥവാ 7-ാം നൂറ്റാണ്ടിൽ മുസഫർ എന്ന സൂഫി ആശയത്തെ ഏറ്റെടുത്ത ഒരു രാജാവ്, അയാൾക്ക് ഭരണം കിട്ടിയപ്പോൾ അയാളുടെ ഭരണ പരിഷ്കാരത്തിന്റെ ഭാഗമായി ആ രാജ്യത്ത് ഔദ്യോഗികമായ ആഘോഷമാക്കി ഇതിനെ മാറ്റിക്കൊണ്ടുവന്നു. അവിടെ ഇങ്ങോട്ട് ഉണ്ടായ ഒരു കാര്യം, അതിന്റെ മഹത്വം എങ്ങനെയാണ് സ്വഹാബിമാര് പറയുക, അതിന്റെ മഹത്വം എങ്ങനെയാണ് താബിഈകൾ പറയുക? അതൊക്കെ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടവയാണ് എന്ന് മാത്രമല്ല, ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ലോക ചരിത്രത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച കാര്യമാണ് ഇത് ബിദ്അത്താകുന്നു എന്ന വിഷയം. ആദ്യകാലത്തില്ല, പിൽക്കാലത്തുണ്ടായതാണ്, ബിദ്അത്താണ് എന്ന് പറയാത്ത ഒരു പണ്ഡിതനുമില്ല ചരിത്രത്തിൽ. അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമായ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞ, എല്ലാവരും ഏകോപിച്ച ആശയമാണ് ഇത് ബിദ്അത്താണ്, ആദ്യകാലത്തില്ല. പിന്നെ ചിലർ പറഞ്ഞു എന്നാലും നല്ല ബിദ്അത്താണ്, അല്ല മോശപ്പെട്ട ബിദ്അത്താണ് എന്നാണ് പിൽക്കാലത്ത് വന്ന ചർച്ചകൾ. അനുകൂലിച്ചവർ പോലും പറഞ്ഞത് ഇത് ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ് എന്നാണ്. സ്വഹാബത്തും താബിഈകൾക്കും പരിചയമുണ്ടെങ്കിൽ പിന്നെ ബിദ്അത്താവുകയില്ല. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചുവെങ്കിൽ പിന്നെ ബിദ്അത്താവുകയില്ല. ബിദ്അത്താണെങ്കിൽ പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടതല്ല, സ്വഹാബത്തും താബിഈകൾക്കും പരിചയമുള്ളതുമല്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി നാം കാര്യങ്ങളെ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനസ്, ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. ഇപ്പോൾ നബിദിനാഘോഷം ബിദ്അത്താണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ ഖുർആൻ ക്രോഡീകരണവും
ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തെ സംഘടിത തറാവീഹ്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തെ രണ്ടാം ബാങ്ക്, അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് അറബി വ്യാകരണത്തിൻ്റെ ആവിർഭാവം, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് ഹദീസ് ക്രോഡീകരണം തുടങ്ങി നിരവധിയായ ബിദ്അത്തുകൾ ഇസ്ലാമിക ലോകത്ത് പരിചയമുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നബിദിനത്തിന് മാത്രം ഒരു ബിദ്അത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറയുന്നു. അതേസമയം സ്വഹാബിമാരിൽ പലരുടെയും കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്ന വ്യത്യസ്തമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എങ്കിൽ അതും ബിദ്അത്താണ് എന്ന് പറയേണ്ടതല്ലേ എന്നാണ്. അവർ ചെയ്ത പരാമർശിക്കപ്പെട്ടതും അല്ലാത്തതുമായ കാര്യങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്ന നബിദിനാഘോഷവും തമ്മിൽ ഏറെ വ്യത്യാസങ്ങളുണ്ട്. ഇതുവരെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്നത് മതത്തിലെ സ്ഥിരപ്പെട്ട കാര്യമായിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. രണ്ട് പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷമാണ് നബിദിനാഘോഷം എന്ന് വരെ ഇവിടെ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുണ്ട് പ്രവാചകൻ ജനിച്ച ദിവസത്തിന് എന്നുവരെ ഇവിടെ പല പ്രസിദ്ധീകരണങ്ങളിൽ വ്യത്യസ്തരായ ഉസ്താദുമാർ എഴുതിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞതാണ് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് എന്ന്. പ്രവാചകൻ ജനിച്ച രാത്രിയെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ പരാമർശങ്ങളില്ല. അത് ഏത് ദിവസമാണ് എന്നതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് മാസമാണ്, ഏത് വർഷമാണ്, ഏത് ഡേറ്റ് ആണ് എന്നതെല്ലാം വീക്ഷണ വ്യത്യാസമുണ്ട്. രാത്രിയാണോ പകലാണോ ജനിച്ചത്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തിങ്കളാഴ്ചയാണ് എന്ന കാര്യം മാത്രമാണ് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ഒരു സവിശേഷമായി കൊണ്ടുവരാൻ ന്യായങ്ങളില്ല എന്ന് വ്യക്തം. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് ജമാഅത്ത് നടപ്പാക്കിയില്ലേ? ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് നടപ്പിൽ വരുത്തിയില്ലേ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഗണത്തിൽ ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം എന്നത് യഥാർത്ഥത്തിൽ ചെയ്തത് അല്ലാഹു തആലയാണ്, അബൂബക്കർ സിദ്ദീഖ് അല്ല. വിശുദ്ധ ഖുർആൻ തന്നെ കാര്യം എടുത്തു പറഞ്ഞു, ഇന്ന അലൈനാ ജംഅഹു വഖുർആന. ജംഉൽ ഖുർആൻ, ഖുർആന്റെ ക്രോഡീകരണം നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യത. അതിലെ പാരായണവും നാം തന്നെയാണ്. അതുകൊണ്ട് ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, നാം ഓതി തന്നാൽ ആ പാരായണത്തെ നീ പിന്തുടരുക എന്ന് അല്ലാഹു തആല പ്രവാചകർക്ക് വഹയായി അറിയിക്കുന്നു. ഖുർആന്റെ ക്രോഡീകരണം അല്ലാഹു തആലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിശ്ചയിച്ചതും പഠിപ്പിച്ചതുമൊക്കെ. ഓരോ ആയത്തിറങ്ങുമ്പോഴും ആ ആയത്ത് ഏത് സൂറത്തിലാണ്, ഏത് ആയത്തിന് ശേഷമാണ്, ഏത് ആയത്തിന്റെ മുമ്പാണ് എന്നൊക്കെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകർക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. പ്രവാചകർ അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ ഖുർആൻ ക്രോഡീകരിച്ചത്. അല്ലാതെ നബിതങ്ങളുടെ കാലത്തൊന്നും ഖുർആന് യാതൊരു ക്രോഡീകരണവും ഇല്ലാതെ തോന്നിയ പോലെ പലതും ഓതിപ്പോയി അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് പിന്നെ അതൊക്കെ ക്രോഡീകരിച്ചു എന്നല്ല. എന്നാൽ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതി വെച്ചത് വ്യത്യസ്തമായ മാധ്യമങ്ങളിലായിരുന്നു. തോലുകളിലും എല്ലുകളിലും കല്ലുകളിലുമൊക്കെ കൊത്തിവെക്കുന്ന, രേഖപ്പെടുത്തി വെക്കുന്ന ശൈലിയാണ് അന്നുണ്ടായിരുന്നത്. അത് തന്നെ മുഴുവനായും എഴുതി വെക്കാറില്ല. ചിലർ 1 ആയത്ത്, ചിലർ 2 ആയത്ത്, ചിലർ സൂറത്ത്, ഇങ്ങനെയൊക്കെയാണ് പലരും രേഖപ്പെടുത്തി വെച്ചത്. അന്ന് രേഖയേക്കാളേറെ തങ്ങളുടെ ഓർമ്മശക്തിയെയാണ് അവർ ആശ്രയിച്ചത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ്, പ്രവാചക കൈകളിലേക്കല്ല. സബൂറും തൗറാത്തും ഇഞ്ചീലും ഇറങ്ങിയത് കൈകളിലേക്കാണ്. ആ പ്രവാചകന്റെ കൈയിലേക്കാണ് അല്ലാഹു തആല അവ ഇറക്കി കൊടുത്തത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകന്റെ കൽബിലേക്കാണ്, മനസ്സിലേക്കാണ്. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓതിക്കൊടുക്കുന്നു. നബിതങ്ങൾക്ക് അതങ്ങ് മനസ്സിൽ ഹൃദയസ്ഥമാകുന്നു. നബിതങ്ങൾ ഏറ്റു ചൊല്ലുന്നു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാഠം കേൾക്കുന്നു. അതാണ് ഖുർആനിന്റെ ശൈലി. നബിയിൽ നിന്ന് സ്വഹാബിമാർ കേട്ടു, സ്വഹാബത്തിന്റെ കൽബിലേക്ക് കൈമാറി അവരത് കാണാതെ പഠിച്ചു. അന്ന് എഴുത്തിനെ, പ്രിന്റഡ് കോപ്പിയെ ഒന്നുമല്ല അവർ അവലംബിച്ചത്.
അങ്ങനെ പലരും പലയിടത്തും പല ആയത്തുകളും രേഖപ്പെടുത്തി വെച്ചു. അതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് 2 ചട്ടക്കുള്ളിൽ ഒന്നിച്ചു കിട്ടുന്ന രൂപത്തിലാക്കിയത് മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അല്ലാഹ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കയ്യിലുള്ള ആയത്തുകളെ എല്ലാം 2 ചട്ടക്കുള്ളിൽ ഒറ്റ പകർപ്പിലായി എല്ലാം ലഭിക്കുന്ന ഒരു മുസ്ഹഫ് ഉണ്ടാക്കി. അതാണ് അബൂബക്കർ സിദ്ദീഖിന്റെ പണി. ഒറ്റ കോപ്പി അദ്ദേഹം ഉണ്ടാക്കി. ആകെ ചെയ്ത് ഒറ്റ കോപ്പിയാണ്. അത് അബൂബക്കർ സിദ്ദീഖ് തന്നെ സൂക്ഷിച്ചു. ആർക്കെങ്കിലും വല്ല ആയത്തിനും വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതിലേക്ക് മടങ്ങാം. ഒരു മർജി ആയി, ഒരു സോഴ്സായി അത് സ്വീകരിച്ചു എന്ന് മാത്രം. ഉമർ ഖത്താബിന് കാലം വന്നപ്പോൾ ആ കോപ്പി ഉമർ ഖത്താബ് കൈവശം വെച്ചു. ഉമർ ഖത്താബിന്റെ വഫാത്തിന് ശേഷം ഉമർ ഖത്താബിന്റെ മകൾ പ്രവാചക പത്നി നമ്മുടെ ഉമ്മ ഹഫ്സ റളിയല്ലാഹു അൻഹ അത് കൈവശം വെച്ചു. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ അപ്പോഴേക്ക് ഇസ്ലാം വ്യത്യസ്തമായ ലോകത്തേക്ക് പ്രചരിച്ചു. പല സ്ഥലത്തും പല രൂപത്തിൽ ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ മനസ്സിലായത് ഈ പോക്ക് പോയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഹഫ്സ ബീവിയുടെ കയ്യിൽ നിന്ന് ആ പകർപ്പ് വാങ്ങി. എന്നിട്ട് അത് നോക്കി അതിലെ 7 കോപ്പി ഉസ്മാൻ അഫ്ഫാൻ എടുപ്പിച്ചു. കൈയെഴുത്ത് കോപ്പികൾ. ആ 7 കോപ്പികൾ അന്നത്തെ പ്രധാനപ്പെട്ട 7 പട്ടണങ്ങളിലേക്ക് കൊടുത്തയച്ചു. മക്കയിലൊന്ന്, മദീനയിലൊന്ന്, ത്വായിഫിലൊന്ന്, ബസറയിലൊന്ന് എന്നിങ്ങനെ 7 പ്രധാന നഗരങ്ങളിലേക്ക് ഓരോ കോപ്പികൾ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഈ കോപ്പിയുള്ള രൂപത്തിലെ അവിടെ പാരായണം ചെയ്യാവൂ, അല്ലാത്ത പാരായണങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാവതല്ല. അതാണ് ഉസ്മാൻ അഫ്ഫാൻ ചെയ്തത്. അല്ലാതെ അവരാരും വിശുദ്ധ ഖുർആന്റെ തർത്തീബുകളിൽ, ആയത്തിന്റെ ക്രമീകരണങ്ങളിൽ ഒന്നും യാതൊരു ഇടപെടലും അവരാരും നടത്തിയിട്ടില്ല. നബി തങ്ങൾ എങ്ങനെയാണോ ഓതിയത്, സ്വഹാബത്ത് നബിയുടെ കാലത്ത് എങ്ങനെയാണോ ഓതിയത്, അങ്ങനെ തന്നെയാണ് അന്നും ഇന്നും ഓതിപ്പോഴുന്നത്. ഇനി ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് തറാവീഹ് ആണെങ്കിൽ നബി തങ്ങൾ ചെയ്യാത്തൊരു പണിയല്ല ഉമർ ഖത്താബ് ചെയ്തത്. നബി തങ്ങൾ 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു. റമദാൻ 23-ന് ജമാഅത്തായി നിസ്കരിച്ചു, 25-ന് നിസ്കരിച്ചു, 27-ന് നിസ്കരിച്ചു. ആദ്യത്തെ ദിവസം നിസ്കരിച്ചപ്പോൾ അധികമാരും അറിഞ്ഞില്ല അന്ന് പ്രവാചകൻ ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് അന്ന് നിസ്കാരത്തിലെ ജമാഅത്തിൽ താരതമ്യേന ആളുകൾ കുറവായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ എല്ലാവരും അറിഞ്ഞു ഇന്ന് രാത്രി പ്രവാചകൻ ജമാഅത്തായി നിസ്കരിച്ചു. ആൾക്ക് വലിയ ആവേശമായി. തലേ ദിവസം പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് വലിയ വിഷമമായി. അതുകൊണ്ട് 24-ന് എല്ലാവരും പള്ളി വന്ന് കാത്തിരുന്നു. അന്ന് പ്രവാചകൻ നിസ്കരിക്കാൻ വന്നില്ല. കുറെ സമയം കാത്തിരുന്നു, അവർക്ക് പിരിഞ്ഞു പോയി. പിറ്റേന്ന് 25-ന് പ്രവാചകൻ ജമാഅത്തായി നിസ്കരിച്ചു. 26-ന് ആളുകൾ കാത്തിരുന്നു, അന്ന് വന്നില്ല. 27-ന് പ്രവാചകൻ ജമാഅത്തായി നിസ്കരിച്ചു. അടുത്ത ദിവസം ധാരാളം ആളുകൾ വന്നു, പള്ളി നിറഞ്ഞു കവിയുമാർ ആളെത്തി, പ്രവാചകൻ വന്നില്ല. സ്വഹാബിമാർ ഒരുപാട് സമയം പ്രതീക്ഷിച്ചു. നബിയുടെ വീടിന്റെ സമീപത്ത് പോയി തൊണ്ടയനക്കി ചുമക്കലും അതേപോലെയുള്ള ശബ്ദമുണ്ടാക്കലും ഒക്കെ ചെയ്തു. പ്രവാചകൻ ശ്രദ്ധ വിട്ടതാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോ ഒന്ന് ഓർമ്മയായി പുറത്തേക്ക് വന്നാലോ. പ്രവാചകൻ വന്നില്ല. സുബഹിക്ക് ശേഷം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വന്നതും കാത്തിരുന്നതും ഞാൻ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ആവേശം കണ്ടപ്പോൾ അല്ലാഹു തആല ഇത് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പൊ നബി തങ്ങൾ ചെയ്ത കാര്യമാണ്. 3 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരം പുനരാരംഭിക്കുകയാണ് ഉമർ ഖത്താബ് ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു കാലത്ത് ആകെ 2 റമദാൻ മാസമേ വന്നുള്ളൂ. ആ 2 റമദാനുകളിൽ ഔദ്യോഗികമായ ജമാഅത്ത് പള്ളിയിൽ നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ കൊല്ലമായപ്പോഴേക്ക് ഉമർ ഖത്താബ് ഖലീഫയായി മാറി. ഉമർ ഖത്താബിന്റെ കാലത്ത് ആദ്യകാലങ്ങളിൽ ജമാഅത്ത് നടപ്പാക്കിയില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പള്ളിയിൽ പലരും പല രൂപത്തിൽ ജമാഅത്ത് നടപ്പാക്കുന്നു. ചെറിയ 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 ജമാഅത്തുകളായി പള്ളി നിസ്കരിക്കാൻ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ഒറ്റ ഇമാമിനെ നിസ്കരിച്ചുകൂടെ. അങ്ങനെയാണ് ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമുദ്ദാരിയെയും റളിയല്ലാഹു അൻഹുമാ 2 പേരെയും ഇമാമായി ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി കൊടുത്തു. അവർക്ക് പിറകിൽ അവർ ജമാഅത്തായി നിസ്കരിച്ചു. അപ്പൊ നബി തങ്ങൾ ചെയ്യാത്തൊരു കാര്യമല്ല ഉമർ ഖത്താബ് ചെയ്തത്. അന്നുണ്ടായിരുന്ന മതപരമായ ചില ന്യായം കാരണം തൽക്കാലം നിർത്തിവെച്ചതിനെ ആ തടസ്സം നീങ്ങിയപ്പോൾ പുനരാരംഭിച്ചു.
വഹി ഇറങ്ങുന്ന കാലമാണ് നബിയുടെ കാലം. അതുകൊണ്ട് ഫർളാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. നബിയുടെ വഫാത്തോടു കൂടി വഹി അവസാനിച്ചു. ഇനി ഫർളാക്കപ്പെടുക എന്ന പ്രശ്നമില്ല. അപ്പൊ നബിതങ്ങൾ ചെയ്തു, ഒരു പ്രത്യേകമായ കാരണത്താൽ നിർത്തലാക്കി എങ്കിൽ ആ കാരണം എപ്പോൾ നീങ്ങിയോ അപ്പോൾ പുനരാരംഭിക്കാം. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനരാരംഭിച്ചത്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 2 ബാങ്ക് ഉണ്ടായില്ലേ? ഉസ്മാൻ അഫ്ഫാന്റെ കാലഘട്ടം വരെ അപ്പൊ എങ്ങനെയായിരുന്നു? ഒറ്റ ബാങ്കായിരുന്നു. നബിയുടെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത്, ഉമർ ഖത്താബിന്റെ കാലത്ത്, ഉസ്മാൻ അഫ്ഫാന്റെ ഭരണത്തിലെ ആദ്യ ഭാഗങ്ങളിൽ എല്ലാം ഒരൊറ്റ ബാങ്കായിരുന്നു. അന്ന് മൈക്കില്ല, വാച്ചില്ല, സമയമറിയാൻ സംവിധാനമില്ല. അതുകൊണ്ട് പലരും ബാങ്ക് കേട്ടിട്ടാണ് പള്ളിയിലേക്ക് വരിക. പലപ്പോഴും ആളുകൾ ജുമുഅക്ക് അന്ന് ധാരാളമായി നേരം വൈകി വരും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് ഒരിക്കൽ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് വന്നത്. സമയം അറിയാൻ മാർഗമൊന്നുമില്ല. പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോഴോ അത്ര സമയമായോ, ബാങ്ക് വിളിക്കാറായോ, വേഗം ഓടി പള്ളിക്ക് വന്നു. ഉമർ ഖത്താബ് മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുകയാണ്. ഉമർ ഖത്താബ് ചോദിച്ചു, അയ്യതു സാഅത്തിൻ ഹാദിഹി, ഈ സമയത്താണോ ജുമുഅക്ക് വരുന്നത്? ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു, ഞാൻ തോട്ടത്തിൽ അല്പം പണിയിലായിരുന്നു, ഒരു സമയം അറിഞ്ഞില്ല. ബാങ്ക് കേട്ടപ്പോഴാണ് ഇത്രയും സമയമായത് അറിഞ്ഞത്. അതിനാൽ ഫമാ സിദ്തു അലൽ വുളു, ബാങ്ക് കേട്ടപ്പോൾ പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല, പെട്ടെന്ന് വുളു ചെയ്ത് ഞാൻ നേരെ പള്ളിയിലേക്ക് വന്നതാണ്. ഉമർ ഖത്താബ് ചോദിച്ചു, ഓഹോ, വുളുവേ ചെയ്തുള്ളൂ, താങ്കൾ കുളിച്ചിട്ടില്ലേ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ അത്തൽ ജുമുഅത ഫൽയഗ്തസിൽ, ജുമുഅക്ക് വന്നാൽ കുളിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, താങ്കൾ കുളിക്കാതെയാണോ ജുമുഅക്ക് വന്നത്? ഇതാണ് അന്നത്തെ രീതി. ഉസ്മാൻ അഫ്ഫാന്റെ കാലമായപ്പോഴേക്ക് കുറച്ചുകൂടെ വിദൂരമായ ഭാഗത്തേക്ക് അവിടെ വീടുകളൊക്കെ ഉണ്ടായി. സമയമറിയാൻ സംവിധാനങ്ങളില്ല. ബാങ്ക് കേട്ടിട്ടാണ് പലരും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്, ജുമുഅക്ക് നേരം വൈകുന്നു. എന്താണ് ഒരു പരിഹാരം? അതിന് ഒരു ഭൗതികമായ പരിഹാരം ഉണ്ടാക്കുക മാത്രമാണ് ഉസ്മാൻ അഫ്ഫാൻ ചെയ്തത്. അദ്ദേഹം ചെയ്തത് ടൗണിൽ, മദീനയിലുള്ള ടൗണിൽ ഉസ്മാൻ അഫ്ഫാന്റെ വീടുണ്ട്, സൗറ എന്നൊരു വീട്. അതല്ല, വീടല്ല, ഒരു ഉയർന്ന സ്ഥലമാണ് എന്നും അഭിപ്രായമുണ്ട്. ആ വീടിന് മുകളിൽ കയറി ഒരു 10-11 മണി സമയമാകുമ്പോൾ ഒരു അനൗൺസ്മെന്റ് ആണ് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയത്. താബിഇയായ അതാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നമാ കാന യദ്ഉ الناس ദുആഅൻ വലാ യുഅദ്ദിനു ബിഗൈരി അദാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. നബി തങ്ങൾ കൊടുക്കാത്തൊരു ബാങ്ക് ഉസ്മാൻ അഫ്ഫാൻ കൊടുത്തിട്ടില്ല എന്ന് അതാ പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ 10-11 മണിയാകുമ്പോ വീടിന് മുകളിൽ കയറി ഒരു ഉറക്കെ വിളിച്ചു പറയൽ, ജുമുഅക്ക് ഒരുങ്ങാൻ സമയമായി, എല്ലാവരും ഏർപ്പാടൊക്കെ നിർത്തിക്കോളൂ, കുളിക്കാൻ നോക്കിക്കോളൂ, റെഡിയാവാൻ ശ്രമിച്ചോളൂ എന്ന് ഓർമ്മപ്പെടുത്താനുള്ള ഒരു അറിയിപ്പ്. ആ അറിയിപ്പ് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ വചനം മാറ്റി ബാങ്കിന്റെ വാക്കുകളാക്കി മാറ്റിയോ ഇല്ലേ എന്ന ചർച്ച പണ്ഡിതന്മാർക്കെതിരെ കാണുന്നുണ്ട് എന്ന് മാത്രം. അല്ലാതെ ഇന്ന് കാണുന്ന പോലെ പള്ളിയിൽ വെച്ച് 2 ബാങ്ക് ഒന്നിച്ചു വിളിക്കുക എന്ന ശൈലി ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയിട്ടില്ല. അന്നൊരു അനൗൺസ്മെന്റ്, ഒരു ഓർമ്മപ്പെടുത്തൽ, വിളംബരം, അതും ടൗണിൽ ചെന്ന് സൗറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഉയർന്ന സ്ഥലം, ഒരു വീട്, അതിന് മുകളിൽ കയറി ഒന്ന് വിളിച്ചു പറയുക. അതാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ ഹദീസ് ക്രോഡീകരണം നടന്നു. അതും നേരത്തെ ഖുർആൻ ക്രോഡീകരണം പറഞ്ഞ അതേ ഉത്തരമാണ് അതിലും പറയാനുള്ളത്. സ്വഹാബിമാർ തന്നെ ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ട്. അവര് പലരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ഹദീസ് രേഖപ്പെടുത്തിയ പ്രത്യേകമായ രേഖ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബിന് സ്വഹീഫത്തു അലി എന്ന പേരിൽ അലിയുടെ ഏടുകൾ എന്ന് പറഞ്ഞൊരു ഏടുണ്ടായിരുന്നു. അദ്ദേഹം നബിയെ കേട്ട ഹദീസൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. പല സ്വഹാബിമാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ ഒരു രചനയായി, ഒരു പുസ്തകത്തിലേക്ക് എല്ലാ ഹദീസും കൂടെ കൊണ്ടുവന്ന് എല്ലാവർക്കും ലഭ്യമായ രൂപത്തിലേക്ക് മാറ്റുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ചെയ്തത്. അല്ലാതെ പുതിയ പണി ചെയ്തിട്ടില്ല. അത് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരന്ന് ആ രൂപത്തിൽ ക്രോഡീകരിച്ചു.
ഇന്ന് പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നു. മൊബൈൽ ഫോണിൽ, കമ്പ്യൂട്ടറിൽ, എല്ലാ സംവിധാനങ്ങളിലും ഇന്ന് ഖുർആൻ ലഭിക്കുന്നു, ഹദീസ് ലഭിക്കുന്നു, അർത്ഥം ലഭിക്കുന്നു, വിശദീകരണം ലഭിക്കുന്നു. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടായ ഭൗതികമായ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തൽ മാത്രമാണ്. അല്ലാതെ മതത്തിൽ ഒരു പുതിയ ആചാരം അവരാരും കൊണ്ടുവന്നിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. ഹാദാ വല്ലാഹു അഅലം.